സുന്നത്ത് നമസ്കാരങ്ങളിൽ ഫാത്തിഹ പാരായണം ചെയ്തതിൻ്റെ ശേഷം നമുക്ക് സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തുണ്ടോ എന്ന കാര്യം പല ആളുകളും അന്വേഷിക്കാറുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും അതുണ്ട് എന്ന് തന്നെയാണ് തുടക്കത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഏത് സുന്നത്ത് നമസ്കാരങ്ങളിലും ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് സൂറത്തുകൾ പാരായണം ചെയ്യാം. അങ്ങനെ വേണ്ട എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിൽ വരേണ്ടതേ ഇല്ല. അതേ അവസരത്തിൽ പ്രത്യേകമായ വല്ല സൂറത്തുകളും സുന്നത്ത് നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യൽ പുണ്യമുണ്ടോ? അതും കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഒന്ന്, വിത്തർ നമസ്കാരത്തിൽ 3 റക്അത്തായി അവസാനിപ്പിക്കുമ്പോൾ ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അഅല അഥവാ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലയും, 2ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും, 3ാമത്തെ റക്അത്തിൽ അത് ഒറ്റയാക്കുകയാണെങ്കിലും ചേർത്തുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിലും സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത്. സുബഹി നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ, അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം നിർവഹിക്കുന്ന റവാത്തിബിന്റെ 2 റക്അത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പാരായണം ചെയ്യാൻ പഠിപ്പിച്ച 2 സൂറത്തുകളുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫി റക്അത്തയിൽ ഫജ്രി, ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചപ്പോൾ അവിടുന്ന് പാരായണം ചെയ്തു ഫാത്തിഹയ്ക്ക് ശേഷം 1ാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും 2ാം റക്അത്തിൽ വഖുൽ ഹുവല്ലാഹു അഹദ് ആ സൂറത്തും പാരായണം ചെയ്തു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഇതേ കാര്യം തന്നെ ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ പദം കാണാൻ സാധിക്കും. റമഖ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 20 മറത്തൻ, 20ഓളം തവണ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുകയുണ്ടായി. യഖറഉ ഫി റക്അത്തൈനി ബഅദൽ മഗ്രിബി വഫി റക്അത്തൈനി ഖബ്ലൽ ഫജ്രി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. അവിടുന്ന് മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്തിലും ഫജ്റിന്റെ മുമ്പ് നിസ്കരിക്കേണ്ടുന്ന സുബഹിയുടെ 2 റക്അത്ത് സുന്നത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1ാമത്തെ റക്അത്തിലും 2ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും പാരായണം ചെയ്തു. ഈ ഹദീസ് കൊണ്ട് എന്തും കൂടെ കിട്ടി? ഇത് മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലും ഇത് ബാധകമാണ് എന്ന്. അപ്പൊ സുബഹിയുടെ സുന്നത്തിലും മഗ്രിബിന്റെ സുന്നത്തിലും ഈ 2 സൂറത്തുകൾക്ക് പ്രത്യേകം പാരായണം ചെയ്യൽ പുണ്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, സുബഹിയുടെ ആ 2 റക്അത്തിൽ കാന യഖറഉ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖറഉ ഫി റക്അത്തയിൽ ഫജ്രി ഫിൽ ഊലാ മിൻഹുമാ ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 136ാമത്തെ ആയത്ത് പാരായണം ചെയ്തിരുന്നു എന്ന്. വഫിൽ ആഖിറത്തി മിൻഹുമാ, ആ 2 റക്അത്തിലെ അഥവാ സുബഹിയുടെ 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തു ആലി ഇംറാനിലെ 64ാമത്തെ സൂക്തവും പാരായണം ചെയ്തിരുന്നു എന്നും കാണാം. അപ്പൊ സുബഹിയുടെ സുന്നത്തിൽ ഇങ്ങനെ ഒരു ആയത്ത്, ഓരോ ആയത്ത് ആയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ട് ചിലപ്പോൾ. അപ്പൊ സൂറത്തുൽ ബഖറയിലെ 136ാമത്തെ ആയത്ത് ഫാത്തിഹയ്ക്ക് ശേഷം 1ാം റക്അത്തിലും, ആലു ഇംറാൻ സൂറത്തിലെ 64ാമത്തെ ആയത്ത് 2ാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യുന്ന രീതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചിലപ്പോൾ ഉണ്ടായിരുന്നു. അത് സുബഹിയുടെ സുന്നത്തിന്റെ കാര്യം. മഗ്രിബിലാവട്ടെ സുബഹിയിലാവട്ടെ അവിടുന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഇഖ്ലാസും 2 റക്അത്തിലും പാരായണം ചെയ്തു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ഈ ആയത്തുകളുടെ അതുപോലെ തന്നെ ഈ സൂറത്തുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? അതിലൊക്കെ കൃത്യവും വ്യക്തവുമായ നിലക്ക് തൗഹീദിന്റെ എല്ലാ വശങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ മാത്രമാണ് റബ്ബും ആരാധ്യനും എന്ന തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, എല്ലാ അർത്ഥത്തിലും അല്ലാഹു ഏകനാണ്, അവന് യാതൊരു പങ്കാളിയുമില്ല, ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനവും ആ പ്രഖ്യാപനത്തിലേക്ക് വരൂ എന്നുള്ള
അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ തള്ളിക്കളയണം എന്നുള്ള ബൃഹത്തായ വ്യക്തമായ മഹത്തായ ആശയങ്ങൾ കുടികൊള്ളുന്നവയാണ് ഈ അധ്യായങ്ങളും അതുപോലെ തന്നെ ഈ കേൾപ്പിച്ച 2 വചനങ്ങളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങളിൽ എപ്പോഴും നമുക്ക് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ പാരായണം ചെയ്യാം. അതോടൊപ്പം ഈ 2 വഖത്തുകളുടെ സുന്നത്തുകളിൽ ഈ പറയപ്പെട്ട വിധത്തിലുള്ള സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നബിചര്യയെ നമ്മൾ അനുധാവനം ചെയ്താൽ അതിന് പ്രത്യേകമായ പുണ്യം ലഭിക്കും ഇൻഷാ അല്ലാഹ്.